A block of mass m1 slides down an inclined face of a wedge of mass m2. The angle of inclination b theta. Find the Lagrangian and the acceleration of the wedge and the block assuming all the surfaces are to be frictionless. അതായത് നമ്മുടെ ഒരു ബ്ലോക്ക് ഉണ്ട്, അതിൻ്റെ മാസ് m1 ആണ്. അത് സ്ലൈഡ് ഡൗൺ ചെയ്യുന്നുണ്ട്. അത് സ്ലൈഡ് ഡൗൺ ചെയ്യുന്ന രീതി കൂടിയാണ്. ഒരു വെഡ്ജിൻ്റെ മുകളിലാണ് അതിരിക്കുന്നത്. ആ വെഡ്ജിൻ്റെ ഇൻക്ലിനേഷൻ തീറ്റയാണ്. ഇവിടെ വെച്ചാൽ നമുക്ക് രണ്ട് ഡിസ്പ്ലേസ്മെൻ്റ് ഉണ്ട്, x1 ഉണ്ട് x2 ഉണ്ട്. ഇവിടെ നമ്മുടെ വെഡ്ജിൻ്റെ ഡിസ്പ്ലേസ്മെൻ്റ് ആണ് x1 എന്ന് പറയുന്നത്. നമുക്ക് കണ്ടാൽ തന്നെ അറിയാം, ബ്ലോക്ക് മൂവ് ചെയ്യാൻ വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട് നോക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടായിരിക്കും. അതായത് x1 ഉണ്ടായിരിക്കും x2 ഉണ്ടായിരിക്കും. അപ്പോൾ വെലോസിറ്റി രണ്ടെണ്ണം ഉണ്ടായിരിക്കും. അതായത് x1 ഡോട്ട് ഉണ്ടായിരിക്കും x2 ഡോട്ട് ഉണ്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ഈ സെറ്റപ്പിൻ്റെ ലഗ്രാഞ്ചിനും അതുപോലെ തന്നെ ലഗ്രാഞ്ച് ഇക്വേഷൻ ഓഫ് മോഷനും ആക്സിലറേഷനും ഇന്ന് കണ്ടു തന്നെ അറിയാം, നമുക്ക് രണ്ട് ലഗ്രാഞ്ചിന് ഉണ്ടായിരിക്കും. ഇതിൽ റെസ്പെക്ട് ടു x1 ഉണ്ടായിരിക്കും, അതായത് x2 ഉണ്ടായിരിക്കും. നമുക്ക് രണ്ട് ലഗ്രാഞ്ച് ഇക്വേഷൻ ഓഫ് മോഷൻ ഉണ്ടായിരിക്കാം. അതുപോലെ തന്നെ രണ്ട് ആക്സിലറേഷനും ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മളിതിൽ നോക്കാൻ വെച്ചിട്ട് നമുക്ക് മനസ്സിലായിരിക്കും, നമുക്ക് കൈനറ്റിക് എനർജി, ബ്ലോക്കിൻ്റെ കൈനറ്റിക് എനർജിയാണ് ഫസ്റ്റ് ഉള്ളത്. അതായത് നമ്മുടെ വെഡ്ജിൻ്റെ മുകളിലിരിക്കുന്ന സ്മോൾ ബ്ലോക്കിൻ്റെ കൈനറ്റിക് എനർജിയാണ്. അതെന്തായിരിക്കും? ഹാഫ് ഓഫ് m1 x1 ഡോട്ട് സ്ക്വയർ x2 ഡോട്ട് സ്ക്വയർ 2 ഓഫ് x1 ഡോട്ട് x2 ഡോട്ട് കോസ് തീറ്റ ആയിരിക്കും. അതുപോലെ തന്നെ വെഡ്ജിനെ നോക്കാൻ വെച്ചാൽ എന്തായിരിക്കും? അതിന് ഇങ്ങനൊരു മോഷൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് മാസ് m2 ആണ്. അപ്പോൾ ഇതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് x1 ആണ്. അപ്പോൾ വെലോസിറ്റി എന്ന് പറയുന്നത് x1 ഡോട്ട് ആയിരിക്കും. അപ്പോൾ ഹാഫ് ഓഫ് m2 x1 ഡോട്ട് സ്ക്വയർ. അതുപോലെ തന്നെ നമ്മുടെ വെഡ്ജിൻ്റെ മുകളിലിരിക്കുന്ന ബ്ലോക്കിൻ്റെ പൊട്ടൻഷ്യൽ എനർജിയാണ് മൈനസ് ഓഫ് m2g x2 സൈൻ തീറ്റ എന്ന് പറയുന്നത് നമ്മൾ റിസോൾവ് ചെയ്യുമ്പോൾ. അപ്പോൾ ലഗ്രാഞ്ച് എന്ന് പറയുന്ന കൈനറ്റിക് എനർജി മൈനസ് പൊട്ടൻഷ്യൽ എനർജിയാണ്. അപ്പോൾ ഹാഫ് ഓഫ് m1 ആരുടെ കൈനറ്റിക് എനർജി ആയിരിക്കും? നമ്മുടെ ഫസ്റ്റ് നമ്മൾ എടുക്കണ സ്മോൾ ബ്ലോക്കിൻ്റെ കൈനറ്റിക് എനർജി. അതുപോലെ തന്നെ ആ സ്മോൾ ബ്ലോക്കിന് മാത്രമേ എന്തുള്ളൂ? പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ ടേം ഉള്ളൂ. അതായത് m1 of g s2 സൈൻ തീറ്റ ഉള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ വെഡ്ജിന് എന്താ? അതിന് ട്രാൻസ്ലേഷൻ മോഷനാണ്. അതായത് അതിന് കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ഹാഫ് ഓഫ് m2 x1 ഡോട്ട് സ്ക്വയർ ആണ് ഉള്ളത്. അപ്പോൾ നമുക്ക് നമ്മൾ ലഗ്രാഞ്ച് ഇക്വേഷൻ എഴുതി. അപ്പോൾ നമുക്ക് എന്താണ്? ഡോ എൽ വിത്ത് റെസ്പെക്ട് ടു ഡോ x2 മൈനസ് d ഡിവൈഡഡ് ബൈ dt ഡോ എൽ ഡോ x2 ഡോട്ട്. അതുപോലെ തന്നെ x1നും നമ്മൾ എഴുതി. രണ്ട് ഇക്വേഷൻ നമുക്ക് കിട്ടിയത്. അതുപോലെ നമുക്ക് രണ്ട് ആക്സിലറേഷൻ കണ്ടുപിടിക്കണം. നമ്മൾ ഫസ്റ്റ് നോക്കും. നമ്മൾ ഫസ്റ്റ് x1നെ കണ്ടുപിടിക്കാം. അപ്പോൾ x1നെ കണ്ടുപിടിക്കുമ്പോൾ എന്താ? ഇതിലൊന്നും x1 ഇല്ല. കാരണം എന്താ? നമുക്ക് വെലോസിറ്റി ഉള്ളത്. ഇതിലൊന്നും ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ടേം x1ൻ്റെ ടേംസിൽ വരണില്ല. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഈ ടേം എന്തായിരിക്കും? അത് 0 ആയിട്ട് പോകും. അതുപോലെ തന്നെ നമ്മൾ വിത്ത് റെസ്പെക്ട് ടു x1 ഡോട്ട് ചെയ്യാമെന്ന് വെച്ചായിരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ x1 ഡോട്ട് ചെയ്യുമ്പോൾ എന്തായിരിക്കും? m1 ഡിവൈഡഡ് ബൈ 2 അതൊരു കോൺസ്റ്റൻ്റ് ആണ്, നമ്മൾ പുറത്തിറക്കി. അതുപോലെ തന്നെ ഈ ടേമിന് നമ്മൾ ചെയ്യുമ്പോൾ എന്തായിരിക്കും? 2 ഓഫ് x1 ഡോട്ട് ആയിരിക്കും. ഇത് ചെയ്യാൻ പറ്റുമോ? ഇല്ല, കാരണം അത് x1 ഡോട്ട് അല്ല. അപ്പോൾ ഇത് പോയി, ഇത് കോൺസ്റ്റൻ്റ്, അത് പോയി 0 ആയി മാറി. ഇവിടെ നോക്കും, ഇവിടെ ഉണ്ട് x1 ഉണ്ട്. x1 ഡോട്ടിൻ്റെ ഇതെന്തായിരിക്കും? ഇത് 1 ആയിരിക്കും. ബാക്കി എന്തായിരിക്കും? പ്ലസ് 2 ഓഫ് x2 ഡോട്ട് കോസ് തീറ്റ ആയിരിക്കും. അതുപോലെ തന്നെ ഇവിടെ x1 ഉണ്ട്. അപ്പോൾ m2 ഡിവൈഡ് ബൈ 2 ഓഫ് x1 ഇവിടെ ഇല്ല, ഇത് 0 ആയിട്ട് പോയി. അപ്പോൾ ഇതായിരിക്കും നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ടായിരിക്കാം, അല്ലേ? ഇതാണ് കിട്ടിയത്. അപ്പോൾ ഇതിൽ നിന്ന് 2 കോമൺ ആയിട്ട് എടുത്തു. നമുക്ക് ഇതിനെ വെട്ടിക്കളയാൻ പറ്റും. ഇവിടെയും 2 വന്നു, നമുക്ക് വെട്ടിക്കളഞ്ഞു. ഇനി നമ്മൾ എന്താ വെച്ചാൽ ടൈം വിത്ത് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ m1 അവിടെ നിർത്തി. ഇത് എന്തായിരിക്കും? ടൈം ചെയ്യുമ്പോൾ x1 ഡോട്ട് ഉണ്ട് ഓൾറെഡി. ഒരു തവണ ചെയ്യുമ്പോൾ x1 ഡബിൾ ഡോട്ട് ആയിരിക്കും. അതുപോലെ തന്നെ ഇത് x2 ഡബിൾ ഡോട്ട് ആയിരിക്കും. അതുപോലെ തന്നെ ഇവിടെയും x1 ഡബിൾ ഡോട്ട് ആയിരിക്കും. നമ്മുടെ ഈക്വേഷൻ ഇങ്ങനെയായിരിക്കും നമുക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കാം. ഇതിനെ ത്രൂ ഔട്ട് നമ്മൾ എന്ത് ചെയ്തു? നെഗറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെയായിരിക്കും ഇക്വേഷൻ കിട്ടിയത്. അതുപോലെ തന്നെ നമ്മൾ നോക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അടുത്തത് ചെയ്യാമെന്ന് വിചാരിക്കും. x2 വെച്ച് ചെയ്യാമെന്നായിരിക്കും. ഉണ്ട്, നമ്മുടെ x2 വെച്ചിട്ട് ടേം ഉണ്ട്. അതായത് m1 of g x2 1 സൈൻ തീറ്റ. കാരണം ഡോ എൽ വിത്ത് റെസ്പെക്ട് ടു ഡോ x2 ചെയ്യുമ്പോൾ ഈ ടേം എന്തായിരിക്കും? m1 of g സൈൻ തീറ്റ ആയിരിക്കും. ബാക്കിയുള്ള ടേംസിലുണ്ട് x2 ഇല്ല. ഇനി x2 ഡാഷ് ഉള്ളത്. അതുപോലെ തന്നെ m1 ഡിവൈഡഡ് ബൈ 2 ഇവിടെ എന്തായിരിക്കും? x2 വെച്ച് ചെയ്യുമ്പോൾ 0 ആയിരിക്കും. ഇവിടെ 2 ഓഫ് x2 ഡാഷ് ആയിരിക്കും. ഇവിടെ 2 ഓഫ് x1 ഇത് 1 ആയിരിക്കും. ഇത് കോസ് തീറ്റ ആയിരിക്കും. ഇനി ഈ ടേം എന്തായിരിക്കും? 0 ആയിരിക്കും. കാരണം വിത്ത് റെസ്പെക്ട് ടു x2 ഡാഷ് നമ്മൾ ചെയ്യണത്. അപ്പോൾ നമ്മൾ നോക്കിയപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയത്, അല്ലേ?
അപ്പോൾ വിത്ത് റെസ്പെക്ട് ടു ടൈം നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ സിമിലർലി ഇവിടുത്തെ 2 ഇവിടുത്തെ M1 ഡിവൈഡ് ബൈ 2 ഡിനോമിനേറ്റർ 2ഉം ന്യൂമറേറ്റർ ഇവിടുത്തെ 2ഉം രണ്ടിലത്തെയും ക്യാൻസൽ ആയിപ്പോയി. അതുപോലെ തന്നെ ടൈം വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ x2 ഡബിൾ ഡാഷും അതുപോലെ തന്നെ ഇവിടെ എന്തായിരിക്കും x1 ഡബിൾ ഡാഷ് കോസ് തീറ്റ നമുക്ക് കിട്ടി. ഇനി നോക്കിയേ, ഇതിനെ നമ്മൾക്ക് ഇങ്ങനെ റീഅറേഞ്ച് ചെയ്ത് എഴുതാൻ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ കിട്ടും. അപ്പോൾ ഈ ഇക്വേഷൻ 3യും ഈ ഇക്വേഷൻ 1 നോക്കും. ഇവിടെ M1 x2 ഡബിൾ ഡോട്ട് കോസ് തീറ്റ, ഇവിടെ എന്താ M1 x2 ഡബിൾ ഡോട്ട്. അപ്പോൾ ഇത് നമുക്ക് സോൾവ് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ആൾക്കാർ ക്യാൻസലായി പോകണം. അപ്പോൾ ഇവിടെ ഈ ഇക്വേഷനിൽ ഇവിടെ കോസ് തീറ്റ ഉണ്ട്, ഇവിടെ കോസ് തീറ്റ ഇല്ല. അപ്പോൾ ഈ ഇക്വേഷന് ത്രൂ ഔട്ട് കോസ് തീറ്റ കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടി. അത് നമ്മൾ ഇക്വേഷൻ 1ഉം ഇക്വേഷൻ 4ഉം സബ്സ്ട്രാക്റ്റ് ചെയ്തു. സബ്സ്ട്രാക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടാം നോക്കൂ, ഇയാളും ഇവരും ക്യാൻസലായിട്ട് പോയി. ഇവിടെ എന്താണ് M1 x1 ഡോട്ട് ഉണ്ട്. അപ്പോൾ x1 ഡോട്ട് കോമൺ ആയിട്ട് പുറത്തെടുക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ M1 വരും, ഇവിടെ M2 വരും, ഇവിടെ എന്തായിരിക്കും M1 ഓഫ് കോസ് സ്ക്വയർ തീറ്റ അങ്ങനെ കിട്ടി. ഇനി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ M1 ഇതിൽ നിന്ന് രണ്ടിനും കോമൺ ആയിട്ട് നമ്മൾ പുറത്തെടുത്തു. അപ്പോൾ എന്താ 1 മൈനസ് കോസ് സ്ക്വയർ തീറ്റ എന്താ സൈൻ സ്ക്വയർ തീറ്റയാണ്. അപ്പോൾ x1 ഡബിൾ ഡോട്ട് ഈസ് ഈക്വൽ ടു എന്തായിരിക്കും കിട്ടുക മൈനസ് ഓഫ് M1 g സൈൻ തീറ്റ കോസ് തീറ്റ ഡിവൈഡഡ് ബൈ M1 ഓഫ് സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് M2 എന്ന് കിട്ടി. ഇനി ഇവനെ ഇപ്പോൾ കിട്ടിയുള്ള x1നെ നമ്മൾ എന്തിലിട്ട് കൊടുക്കണം, ഇവനിലിട്ട് കൊടുക്കണം, ഒന്നാമത്തെ ഇക്വേഷനിൽ ഇട്ട് കൊടുക്കണം. ഇവിടെ നമുക്കറിയാം x1 ഡബിൾ ഡോട്ട് M1 പ്ലസ് M2 നെഗറ്റീവ് ഓഫ് M1 x2 കോസ് തീറ്റയാണ് അല്ലേ. അപ്പോൾ നമ്മൾ കിട്ടിയിട്ടുള്ള x1 നമ്മൾ ആ ഇക്വേഷൻ 1 ഇട്ട് കൊടുത്തു. അതുകൊണ്ട് നമ്മൾ കോമൺ ആയിട്ട് ഇവിടെ M1 ഇവിടെ കോസ് തീറ്റ ഒക്കെ ക്യാൻസൽ ചെയ്ത് കളഞ്ഞിട്ട് നമുക്ക് x2ന് ഇങ്ങനെ ഒരു എക്സ്പ്രഷനാണ് കിട്ടിയത്.